എങ്ങട്ടാ മേനെ കാലത്ത് തന്നെ ഇത്ര വെപ്രാളത്തില്? ആ ഇത്തിരി വെപ്രാളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. കൊടുത്ത കാശ് കിട്ടാതാകുമ്പോ താനും ഓടില്ലേ നെട്ടോട്ടം. 1-ാം മാസം വിളിച്ചെടുത്ത ചിട്ടിയ. മാസം 3 കഴിഞ്ഞിട്ട് കക്ഷിയുടെ പൊടി പോലും കാണുന്നില്ല. ആരാ കക്ഷി? നമുക്ക് കൈകാര്യം ചെയ്യാം. ആ ഇസ്മായിലിന് 300 വാങ്ങിച്ചു കൊടുത്താൽ മതി, സംഗതി ക്ലീനാക്കി കൈ തരും. എന്നിട്ട് വേണം ഞാൻ പോലീസ് സ്റ്റേഷനിലെ കയ്യിൽ ഇറങ്ങുന്നത് തനിക്ക് കാണാനല്ലേ? ചിട്ടിയും വട്ടിയൊക്കെ നടക്കുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ മേന്നെ? ആളാരാണെന്ന് പറ. നമ്മുടെ പാണാട്ട ശങ്കരൻ നായരുടെ വരുവാനില്ലേ ഗോപിനാഥൻ, അവൻ തന്നെ. അത് കിട്ടില്ല എന്റെ മേന്നെ, കർത്താവാണ് സത്യം, അത് കിട്ടാൻ പോണില്ല. കഴിഞ്ഞ 31-ാം തീയതി ബോണസ് കിട്ടുമ്പോ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചതാ പുള്ളി. ദോഷം പറയരുതല്ലോ. പിന്നെ അവനെ ആ വഴിക്കേ കണ്ടിട്ടില്ല. ആ ചെല്ലേ ചെല്ലേ. മുത്തശ്ശി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചേ? മരിച്ചുപോയ നിന്റെ അപ്പൂപ്പിന് വേണ്ടി. കിന്നാരം പറയാണ്ട് വേഗം അടുക്കളയിലോട്ട് ചെല്ല. ഞാൻ ഭഗവതിയോട് എന്താ പറഞ്ഞെന്ന് കേൾക്കണോ? എനിക്കൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോവാൻ ഒരാള് വരണേന്ന്. പോവണ്ടേ? എന്താ മാവാ? കുറെ ഏറുണ്ടെന്ന് എന്റെ കൊഞ്ചല്. അമ്പലത്തിൽ പോയാ വരാൻ 4 മണിക്കൂറാ. ഞാൻ എത്ര നേരമായി കുഴമ്പ് തെച്ചിരിക്കണം അറിയൂ? അതിന് അമ്മാവന് വെള്ളം ചൂടാക്കി തരാൻ ഞാനൊരാളെ ഉള്ളൂ ഇവിടെ. അനിത ചൂടാക്കിയാലും വെള്ളം ചൂടാവും. വെള്ളം ചൂടാവും. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? ധാന്യന്തരം കുഴമ്പല്ലേ ശങ്കര ഇത്? അതെ. ഇത് എന്തിനുള്ള കുഴമ്പാണെന്ന് നിനക്കറിയാമോ? എടാ, പ്രസവിച്ച് കിടക്കണ പെണ്ണുങ്ങൾ പെട്ടണ കുഴമ്പായത്. നീ ഇങ്ങനൊരു തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. അവനല്ലേ ഇവിടെ? ആരാണോ? നിങ്ങളെ മരുമകൻ ഗോപിനാഥൻ തന്നെയാ ചോദിച്ചത്. അവൻ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കുന്നു എനിക്കൊന്നും അറിയില്ല. രാവിലെ തന്നെ ഞാൻ തുണിക്കടയിലേക്ക് പോയി അങ്ങേരോട് പറഞ്ഞേക്ക്. അടിച്ചവന്റെ കയ്യും കാര്യം ഞാൻ ഓടിക്കൂ. എനിക്കതൊരു പ്രശ്നമല്ല. ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പശുവിനെ കറക്കാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രയായി? ഈ അമ്മാവൻ ഇവിടെ ഒന്നല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മെനിരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ. കയറി ഇരുന്ന് ചായയും ചോറൊക്കെ കൊണ്ടുപോവാ. ഞാൻ അവിടെ പെണ്ണ് കാണുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി ചിട്ടിയുടെ ഗഡു വരാന്ന് പറഞ്ഞ ഗോപി. പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചുണ്ടാവും. എന്നാല് ഈ എണ്ണയും തേച്ചിട്ട് ഒരുമാതിരി കണവുണ വർത്താൻ പറഞ്ഞിട്ടല്ലോ. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. പണം മേടിച്ച് ഞന്നല്ലാതെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങളെ മോനെ? അവൻ വന്നാ ഞാൻ പറയാം. കാലത്ത് തന്നെ വീട്ടിന്റെ മുമ്പിൽ വന്ന് ഇന്നൊന്നും പറയരുത്. അവനെ ഞാൻ എവിടെയെങ്കിലും ഇട്ട് പിടിച്ചോളാം. ഇത് മേന്ന ഇവനെക്കാളും വലിയ വന്ന് ഇഡലിയുടെ വലിപ്പം 1 രൂപ തൊട്ടിന്റെ പരുവത്തിലായി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഇതെങ്കിലും ഇവിടെ എത്തുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ. അല്ല, നീ ഞാൻ ദേഷ്യപ്പെട്ടാലോ? തമാശ. ജാനകി, എന്റെ കുഴമ്പ് തീർന്നു. ഗോപിയോട് പറഞ്ഞില്ലേ നീ? ഇല്ല, രാവിലെ മേൻ ഇവിടെ വന്ന് കാട്ടിയ പരാക്രമം ഏട്ടന് കണ്ടതല്ലേ. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? അമ്മേ, അത് ആകെ ഒരു വേദന. വേദന ഒക്കെ തോന്നല. കഴിഞ്ഞ ആഴ്ചയാ 100 രൂപയുടെ എണ്ണയും കുഴമ്പും വാങ്ങിയത്. അത് തീർത്തു നീ. മുത്തശ്ശിക്ക് കുഴമ്പ് വാങ്ങണം. അതും ഇന്ന് തന്നെ വേണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു കാര്യം. എന്തിനാ എന്റെ കുട്ടി നീ ഈ നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങണേ? കാലത്ത് തന്നെ അവര് വന്ന് പറയുന്ന വേണ്ടാതിനൊക്കെ ഈ അമ്മയെ കൂടെ കേൾപ്പിക്കണോ? മുത്തശ്ശി ആശുപത്രി കിടന്നപ്പോ പിടിച്ച ചിട്ടിയാ. അമ്മയ്ക്ക് അറിയാലോ, കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റില്ലെന്നുള്ളത് ശരിയാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. വായു പിന്നെയും കോപിച്ചിരിക്കണോ എന്റെ ഗോപി? ആ നാണുവൈദ്യരുടെ ഗുളിക കെട്ടിരുന്നെങ്കിൽ അവനൊന്ന് പിടിച്ച് കെട്ടായിരുന്നു. പിടിച്ചു കെട്ടണ്ട, അതങ്ങ് തുറന്നു വിട്ടാ മതി. ജാനകി, വരണം. ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാരമാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങാവിന്റെ മോന്റെ കണ്ണ് 2 ഞാൻ ചൂന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ. അത് ഞാൻ നോക്കിക്കോളാം.
നിന്റെ സഹായം ഒന്നും വേണ്ട സ്വന്തം കേട്ടാ? ശത്രു അരികിൽ തന്നെ ഉണ്ട്, വരണം, പറഞ്ഞു ശത്രു തരാം. നീ തന്നെയാടാ എന്റെ ശത്രു പോ. വേണ്ടേ? ഹലോ, വരണം. ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോൺ എഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെ ആയിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണം വെക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ. തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാറ് 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധിക നാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലിന്ന് പറഞ്ഞുവിടുവോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. ആ, രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. ഓ, കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. ഈ ലോട്ടറിക്ക് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നിരുന്നു. എപ്പോഴാ ഭാഗ്യം വന്ന് കയറുക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവാ? ജാതകവശ നല്ല സമയാ എന്റെ കുട്ടിക്ക്. ആ, എങ്ങനെയെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കള് കുറിക്കുന്നു. ആരാത്? പോടാ പട്ടി അവിടുന്ന്. വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ എന്റെ മോനി വന്നല്ലോ. അതെ, വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിക്ക്. നിനക്ക് നിനക്ക് എന്നെ അപ്പുണ്ണി നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഇത് മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീയാവും മോഷിച്ചത്. ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. മോനെ അപ്പുണ്ണിയെ, നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്കും. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി, കരയരുത്. ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കുക പോയിട്ട്.